കോഴിക്കോട് കൊടിയത്തൂരിൽ വീട്ടിൽ കയറി ആക്രമണം. 2.5 വയസ്സുള്ള കുഞ്ഞിനടക്കം 3 പേർക്ക് പരിക്ക്. കാരക്കുറ്റി സ്വദേശികളായ മുഹമ്മദ് റിസാൽ, ഭാര്യ ഫസീല, 2.5 വയസ്സുകാരൻ അലീൽ ജവാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. അടിയൻ്റെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കേസിൻ്റെ ഒരു വെല്ലുവിളിയായിട്ട് 1.5 മാസം മുമ്പ് സ്വരൂപ് എന്ന വ്യക്തിനെ കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. അന്ന് ഞാൻ മുക്കം സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പരാതി സ്വീകരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചക്ക് ഞാൻ ജുമാ നിസ്കരിച്ച് വരുന്ന സമയത്ത് റോഡിൽ വെച്ചിട്ട് എന്നെ അടിക്കുക ചെയ്തു. പിന്നെ ഞാൻ ആ നാട്ടുകാരൊക്കെ കൂടെ പിടിച്ച് മാറ്റി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പം വീട്ടിലേക്ക് അവനോ സെലു അനൽക്ക സെയ്ത് നൽകും വിവരങ്ങൾ. അനൽക്ക, ആരാണ് ഈ ആക്രമണം നടത്തിയത്? എന്തിന്റെ പേരിലായിരുന്നു ആക്രമണം? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് കൊടിയത്തൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം. വീട് കയറി ഇത്തരത്തിൽ 2.5 വയസ്സിൽ കുഞ്ഞിനടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതായത് കൊടിയത്തൂർ കാരക്കുറ്റി സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് റിസാൽ, ഭാര്യ ഫസീല, 2.5 വയസ്സുകാരൻ മകനാണ് എന്നിവർക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റ റിസാലിന്റെ ഭാര്യയുടെ സഹോദരനായ അസ്ലമിന്റെ അളിയനായ സ്വലൂബാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണം നടത്തിയ സ്വലൂബിന്റെ സഹോദരിയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം കഴിഞ്ഞ കുറച്ചു കാലമായി നടന്നു വരുന്നുണ്ട്. ആ കേസിൽ വിവാഹമോചനം നേടിയ അസ്ലമിനെ സഹായിച്ചത് പരിക്കേറ്റ റിസാലായിരുന്നു. ഇതിന്റെ പ്രതികാരമാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതെന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ തന്നെ റിസാലും സ്വരൂപും തമ്മിൽ ഒരു വാക്തർക്കം ഉണ്ടാകുകയും ഒന്നുതള്ളുണ്ടായ ഘട്ടത്തിൽ നാട്ടുകാരടക്കം പിടിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വീട്ടിൽ കയറി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് റിസാൽ അടക്കം പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പരിക്ക് പറ്റിയതുകൊണ്ട് മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അരുണ്യ. ശരി, അനൽക്ക സെയ്താണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.